My precious children of God, I welcome all of you to this program and I greet each one of you in the mighty name of our Lord and Savior Jesus Christ. പ്രിയരെ, നിങ്ങളെ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹവന്ദനങ്ങൾ. Today we are going to meditate Psalm 119 verse 105. ഇന്ന് സങ്കീർത്തനം 119ന്റെ 105 വാക്യമാണ് നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്നത്. It says, "Your word is a lamp for my feet, a light on my path." ആ വചനം പറയുന്നു, നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവും ആകുന്നു. It is giving light unto our life. ദൈവവചനം നമ്മുടെ കാലിനും നമ്മുടെ ജീവിതത്തിനും പ്രകാശം നൽകുന്നു. What we have to do? Colossians 3:16 says, "Let the word of Christ dwell in you richly in all wisdom." കൊലോസ്യർ 3:16 പറയുന്നു, ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടി നിങ്ങളിൽ വസിക്കട്ടെ. My precious children of God, how much time you spend every day to read the word of God? ദൈവമക്കളെ, ദിനം പ്രതി ദൈവത്തിന്റെ വചനം വായിക്കുവാൻ നിങ്ങൾ എത്ര സമയം ചെലവഴിക്കുന്നുണ്ട്? Not only reading the word of God, but you have to meditate the word of God. നിങ്ങൾ ദൈവത്തിന്റെ വചനം വായിച്ചാൽ മാത്രം പോരാ, വചനം ധ്യാനിക്കുകയും ചെയ്യണം. John 14:23 says, "If anyone loves me, he will keep my word, and my Father will love him, and we will come to him and make a home with him." യോഹന്നാൻ 14:23 വാക്യം പറയുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. What a great thing it is to have God Almighty and Jesus Christ staying with us. സർവശക്തനായ ദൈവവും യേശുക്രിസ്തുവും നമ്മോടൊപ്പം വസിക്കുക എന്നാൽ എത്ര മഹത്തായ കാര്യമാണ്. The more you read the word of God, the more you can feel the presence of God in a mighty way. നിങ്ങൾ ദൈവത്തിന്റെ വചനം കൂടുതലായി വായിക്കുന്തോറും നിങ്ങൾക്ക് ദൈവ സാന്നിധ്യം കൂടുതലായി അനുഭവിച്ചറിയുവാൻ സാധിക്കും. And not only that, 2 Corinthians Chapter 6 verses 7 and 10 says, "By the word of truth as sorrowful, yet always rejoicing." You may be sorrowful, but you will be rejoicing by reading the word of God. അത് മാത്രമല്ല, 2 കൊരിന്ത്യർ 6:7-10 എന്നീ വാക്യങ്ങൾ പറയുന്നു, സത്യവചനത്തിൽ നിലനിൽക്കുമ്പോൾ നമ്മൾ ദുഃഖിതരായാലും നമ്മൾ എപ്പോഴും സന്തോഷിക്കുന്നവരാകുന്നു. നിങ്ങൾ ദുഃഖിതരായിരിക്കാം, എന്നാൽ ദൈവവചനം വായിക്കുന്നതിലൂടെ നിങ്ങൾ സന്തോഷിക്കുന്നവരാകും. God's word has so much power, my precious children of God. ദൈവമക്കളെ, ദൈവവചനത്തിന് വളരെയധികം ശക്തിയുണ്ട്. Don't take it a light thing to read the word of God. ദൈവത്തിന്റെ വചനം വായിക്കുന്നത് നിങ്ങൾ നിസ്സാരമായി കാണരുത്. Every morning, every day you have to read as much as you can. You have to eat the word of God. എല്ലാ ദിവസവും എല്ലാ പ്രഭാതത്തിലും നിങ്ങൾക്ക് കഴിയാവുന്നത്ര വചനം നിങ്ങൾ വായിക്കണം. നിങ്ങൾ വചനം കണ്ടെത്തി ഭക്ഷിക്കണം. And through that we will receive lot of blessings. അത് മുഖാന്തരം നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ലഭിക്കും. John 16:24 says, യോഹന്നാൻ 16:24 പറയുന്നു, "Until now you have asked nothing in my name. Ask and you will receive, that your joy may be full." ഇതുവരെ നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല. അപേക്ഷിപ്പിൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുമണ്ണം നിങ്ങൾക്ക് ലഭിക്കും. Not only reading the word of God, but you have to ask the Lord, whatever you read, "Lord, give me this blessing," and the Lord will give you in double measure. നിങ്ങൾ വചനം വായിച്ചാൽ മാത്രം പോരാ, ആ വചനം അനുസരിച്ച് കർത്താവേ, ഈ അനുഗ്രഹം എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവം ഇരട്ടിയായി സകലതും That's നൽകും. what we read here. Ask and you will receive, that your joy may be full. അതാണ് നമ്മളിവിടെ വായിക്കുന്നത്. അപേക്ഷിപ്പിൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും. And Luke 11:13, if you ask what all the other blessings you will get. ലൂക്കോസ് 11:13 പ്രകാരം നിങ്ങൾ യാചിച്ചാൽ മറ്റെന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. If you then, being evil, know how to give good gifts to your children, how much more will your heavenly Father give the Holy Spirit to those who ask അവിടെ him? വചനം പറയുന്നു, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം Reading നൽകും. the word of God, all these blessings will come to you, my children of God. ദൈവമക്കളെ, വചനം വായിക്കുന്നതിലൂടെ ഈ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങളെ തേടി വരും. Shall we dedicate our life to do this every day in our life?
ദിനംപ്രതി ഇതുപോലെ ജീവിക്കുന്നതിനു വേണ്ടി നമുക്ക് നമ്മുടെ ജീവിതം സമർപ്പിക്കാം. Hallelujah. ഹല്ലേലൂയ. Shall we pray? നമുക്ക് പ്രാർത്ഥിക്കാം. Precious Heavenly Father, വിലയേറിയ സ്വർഗീയ പിതാവേ, what a great blessing to read your word, O Father. അങ്ങയുടെ വചനം വായിക്കുന്നത് എത്ര മഹത്തായ അനുഗ്രഹമാണ്. Speak to every one of your children. കർത്താവേ, അങ്ങയുടെ മക്കൾ ഓരോരുത്തരോടും സംസാരിക്കണം. Let them not take it light, Father. അവർ ഇതൊന്നും നിസ്സാരമായി കാണാതിരിക്കട്ടെ. Every day let them have the fear of God and start reading the word of എല്ലാ God. ദിവസവും ദൈവഭക്തിയോടുകൂടി അവർ വചനം വായിക്കുവാൻ ആരംഭിക്കട്ടെ. Speak to them. അവരോട് സംസാരിക്കണം. Those who are worried, help them to come out of the worries. കർത്താവേ, വിഷമിക്കുന്നവരെ ആ വിഷമത്തിൽ നിന്ന് പുറത്തു വരുവാൻ അങ്ങ് സഹായിക്കണമേ. Fill them with joy. സന്തോഷത്താൽ അവരെ നിറയ്ക്കണമേ. Bless them, Lord. അവരെ അനുഗ്രഹിക്കണമേ. In Jesus' name we pray. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ.